അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഈ അടുത്തിടയ്ക്ക് വാങ്ങിയ കുറച്ച് മെച്ചുറായിട്ടുള്ള ഓർക്കിഡ് പ്ലാന്റ്സുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്ലാന്റുകൾ പലതും പൂക്കളൊക്കെ വന്ന് തുടങ്ങി, ചിലത് മൊട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിപ്പം വാങ്ങിച്ചിട്ട് ഏകദേശം 2 മാസം ആയതേ ഉള്ളൂ. അപ്പം ഇന്ന് എനിക്ക് കിട്ടിയ പുതിയൊരു ഫ്ലവറാണ് ഈ ഒരു വൈറ്റ് കർലി ആയിട്ടുള്ളത്. അപ്പോൾ ഒരു റെഡിഷ് ഇന്നറും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറാണ്. ഇതൊരു കോമ്പാക്റ്റം വെറൈറ്റിയാണ്, ഒരു ചെറിയൊരു പ്ലാന്റാണ് ഇത്, കോമ്പാക്റ്റം വെറൈറ്റിയിലുള്ളതാണ്. പിന്നെ വേറെ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഫ്ലവറായി, അതായത് ബഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറൊരു പ്ലാന്റ് ബഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഫ്ലവർ ആയതാണ്. അപ്പം കുറച്ചൊരു മാസത്തോളമായി. അപ്പോൾ 2 ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം 3 ഷൂട്ട് ഉണ്ടായിരുന്നു, ഒരെണ്ണം നശിച്ചു പോയി. അപ്പോൾ നല്ല അടിപൊളി സ്ട്രൈപ്പൊക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ബാക്കി ഇതൊക്കെയാണ് അതിൻ്റെ. ബാക്കി എല്ലാത്തിനകത്തും നല്ലതുപോലെ റൂട്ട്സൊക്കെ ആയിട്ടുണ്ട്. അപ്പം ബാക്കി ഈ പ്ലാന്റുകളൊക്കെയാണ്. ഇതെല്ലാം ഇനിയിപ്പോൾ ഓരോന്നായിട്ട് പതുക്കെ ഫ്ലവർ ചെയ്ത് തുടങ്ങും. പിന്നെ അടുത്ത് ഞാൻ കാണിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഫ്ലവർ സൈസാണ്. നല്ല അടിപൊളി ബിഗ് ഫ്ലവർ സൈസാണ്. അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് രണ്ട് മൊട്ടുകളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നശിച്ചു പോയി. പിന്നീടുള്ളതെന്ന് പറയുന്നത് ഞാൻ ഈ കാണിക്കുന്ന അരിഡാങ്ക് ഗ്രീനിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് ചെറിയ പ്ലാന്റാണ്, വലിയ ചെറിയ സൈസിൽ ഇത് നല്ലതുപോലെ ഫ്ലവർ തരുന്നതാണ്. പിന്നെ ഞാൻ കാണിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ ഒരു സ്പീഷീസ് വെറൈറ്റിയാണ്. അപ്പോൾ ഇത് ഡെൻഡ്രോബിയം ട്രാൻസ്പെരൻസ് ആണ്. നല്ല അടിപൊളി ഫ്ലവറാണ്. അതിനകത്ത് കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു കളറ് ഇതിനകത്ത് ഫോട്ടോയ്ക്കകത്ത് കിട്ടുന്നില്ല. ഒരു ലൈറ്റ് കളറ്, വൈറ്റിനകത്തൊരു ചെറിയ ലിപ്സൊക്കെ വേറൊരു കളർ വരുന്നതാണ്. നല്ല അടിപൊളി പ്ലാന്റാണ്. പിന്നെ ഞാൻ കാണിക്കുന്നതെന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു പ്ലാന്റ്, അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇതും സ്ട്രൈപ്പുള്ള നല്ല അടിപൊളി ബിഗ് സൈസ് പ്ലാന്റാണ്. അതിൻ്റെ അതേ സൈസിലുള്ള വേറൊരു പ്ലാന്റും കൂടെ ഫ്ലവർ ആയിട്ടുണ്ട്. ഇത് വേറെ ഒരെണ്ണമാണ്, അതേ സൈസ് തന്നെയാണ്, വേറെ ഒരെണ്ണം മൊട്ട് വന്നിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ഫ്ലവറാണ്, അപ്പോൾ ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതും ഇപ്പം മൊട്ട് വന്ന് ഇതും താമസിയാതെ വിരിഞ്ഞു തുടങ്ങും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റിനകത്തും മൊട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റിനകത്തും മൊട്ട് വരുന്നുണ്ട്. പിന്നുള്ളതെന്ന് പറയുന്നത് എൻ്റെ ചെറിയ പ്ലാന്റുകളാണ് ഞാനൊക്കെ പാകി വെച്ചിരിക്കുന്നത്. അതായത് ചില സ്റ്റെമ്മുകളൊക്കെ നശിച്ചു പോയതും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്നൊക്കെ കിട്ടിയതാണ്. പിന്നെ കുറേയുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് സീലോചൈൻ ഡോജിസേനി എന്ന് പറയുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൻ്റെ കുറേ തൈകൾ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മദർ പ്ലാന്റിൽ നിന്നും കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ എല്ലാം അതിൻ്റെ, അതായത് ബൾബ് മാത്രം എടുത്ത് വെച്ചാണ്, പലതും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കിളിക്കുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് സെറ്റ് ഓഫ് പ്ലാന്റ്സ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ പ്ലാന്റും പലതും പൂക്കാറൊക്കെ ആയതാണ്. ഇതിനകത്ത് ഈ ഒരു പ്ലാന്റിലാണ് ബഡ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റിൽ ബഡ് വന്നിട്ടുണ്ട്. ഇത് അരിഡാങ്ക് ഗ്രീൻ്റെ ട്വിസ്റ്റഡ് വെറൈറ്റിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ പ്ലാന്റ്സിൻ്റെ പുതിയ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി ഇതിൻ്റെ അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.